പീഡിയാട്രിക് നഴ്സിംഗിൻ്റെ ഒരു സമ്മറി ഫോമിലാണ് ഈ ക്ലാസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പീഡിയാട്രിക് നഴ്സിംഗ് കവർ ചെയ്യുന്നത് അറ്റ് ബർത്ത് ടു 17 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിനെയാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് ന്യൂ ബോൺ ഓർ നിയോനെറ്റ്സ്. ന്യൂ ബോൺ പീരീഡ് ഓർ നിയോനെറ്റ്സ് പീരീഡ് ഫസ്റ്റ് 4 weeks of life or 28 days of life. After that, infant 1 month to 1 year, toddler 1 year to 2 year, preschooler 3 to 5 years, school age 6 to 12 years, then adolescents 13 to 17 years. Now we will see milestone, pediatric milestone, stages of play. First, infancy 1 month to 1 year. 1 month to 1 year type of play is solitary play. Solitary play means playing alone. തന്നെ കളിക്കുക. The child is playing all by themselves with a toy. ഒരു ടോയ് ഉപയോഗിച്ച് തന്നെ കളിക്കുന്നതിനെയാണ് സോളിറ്ററി പ്ലേ എന്ന് പറയുന്നത്. 1 month to 1 year സോളിറ്ററി പ്ലേ ആണ്. Then 2 year onlooker play, watching other children. The child is watching other kid play but does not want to engage in the play. Just observe ചെയ്യുക, പക്ഷെ അവർക്ക് എൻഗേജ് ആകാൻ താല്പര്യമില്ല. Toddler 1 to 2 years ആണ്. പാരലൽ പ്ലേ ആണ്. Children will play next to each other but not with each other. No interacting with each other. Interaction ഇല്ല, അടുത്തടുത്ത് കളിക്കും പക്ഷെ തന്നെ കളിക്കും. Preschooler 3 to 5 years associative play, interacting but not working together. Interacting ആണ്, അതായത് ബിൽഡിംഗ് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ഉണ്ടാക്കും, കോപ്പറേഷൻ ഇല്ല. Children are playing the same game or building the same thing but not working together or connecting with each other. Interaction ഇല്ല, ജസ്റ്റ് ടുഗദർ ഇരുന്ന് കളിക്കുന്നു എന്ന് മാത്രം. School age 6 to 12 years, cooperative play, working together. Children are playing the same game or building the same thing and are working together. ഒന്നിച്ചിരുന്ന് ഒരു കളി കോപ്പറേറ്റ് ചെയ്ത് കളിക്കുന്നതാണ് കോപ്പറേറ്റീവ് പ്ലേ. അപ്പോൾ പ്ലേ എല്ലാം ഓരോ ഏജ് ഗ്രൂപ്പിൻ്റെ അറിഞ്ഞിരിക്കണം. ഈ മൈൽ സ്റ്റോണിൽ തന്നെ പല കാറ്റഗറി ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രോസ് മോട്ടോർ സ്കിൽ, ഫൈൻ മോട്ടോർ സ്കിൽ, ലാംഗ്വേജ് ആൻഡ് കൊഗ്നിറ്റീവ് സ്കിൽ. ഗ്രോസ് മോട്ടോർ മീൻസ് ഗ്രോസ്, ലാർജ്, അതായത് നടക്കുക, ഓടുക, ചാടുക, ഇതൊക്കെ ഗ്രോസ് മോട്ടറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഗ്രോസ് മോട്ടോർ സ്കിൽ തിങ്ക് ലാർജ് മൂവ്മെൻറ്റ്സ് ഓർ മൂവ്മെൻറ്റ് വിച്ച് യൂസ് ദ ഓൾ ബോഡി. ഓൾ ബോഡി യൂസ് ലാർജ് മൂവ്മെൻ്റ് ആണ് ഗ്രോസ് മോട്ടോർ. ഫൈൻ മോട്ടോർ മീൻസ് fine motor skills are more intricate and involve one part of the body. യൂഷ്വലി ഹാൻഡ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നത്. ഹോൾഡിങ്, ടച്ചിങ്, ടാപ്പിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ്. ഫൈൻ മോട്ടോർ ഓർക്കാനായിട്ട് ഫിംഗർ, അതായത് കൈ കൊണ്ട് ചെയ്യുന്ന ചെറിയ മൂവ്മെൻറ്റ് ആവശ്യമുള്ളതാണ് ഫൈൻ മോട്ടോർ എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഇൻക്ലൂഡ് കമ്മ്യൂണിക്കേഷൻ ത്രൂ വെർബൽ, ക്രൈയിങ് ആൻഡ് നോൺ വെർബൽ എക്സ്പ്ലനേഷൻ. Cognition is how the child understands the world around them. Cognitive function can be shown as expression of emotion, action. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓരോ മന്തിലും ഉള്ള ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ, ലാംഗ്വേജ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് മന്തിലെ ഗ്രോസ് മോട്ടോർ ഹെഡ് ലാഗ് ആണ്. ഹെഡ് ലാഗ് ഫസ്റ്റ് മന്തിലെ മോട്ടോർ ഡെവലപ്മെൻറ്റ്. Fine motor development, palmar grasp reflex. This is when a baby involuntarily wraps around an adult finger when the palm is touched. അതായത് ബേബീസിൻ്റെ കയ്യിൽ പിടിച്ചാൽ അവരുടെ വിരലും കൊണ്ട് അതിനെ റാപ്പ് ചെയ്യുന്നതിനെയാണ് പാമാർ ഗ്രാപ്സ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഓർ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേറ്റ് ത്രൂ ക്രൈയിങ്. കൊഗ്നിറ്റീവ്, വാച്ചിങ് മൂവിങ് തിങ്സ് ആൻഡ് ട്രാക്സ് വിത്ത് ഐസ്. നെക്സ്റ്റ് 2 to 3 months, ഏബിൾ ടു റൈസ് ഹെഡ് ആൻഡ് ചെസ്റ്റ്. പയ്യെ ഒന്ന് ഉയരാൻ സാധിക്കും. ഏബിൾ ടു റൈസ് ഹെഡ് ആൻഡ് ചെസ്റ്റ്. പാമാർ ഗ്രാപ്സ് റിഫ്ലെക്സ് ഇസ് ഡിസപ്പിയറിങ് ഓർ ആബ്സെൻറ്റ്. 2 to 3 months ആകുമ്പോൾ പാമാർ ഗ്രാപ്സ് റിഫ്ലെക്സ് ഡിസപ്പിയർ ചെയ്യും, അല്ലെ ആബ്സെൻ്റ് ആവും. ലാംഗ്വേജ്, മേക്കിംഗ് കൂയിങ് നോയ്സ്. ദെൻ കൊഗ്നിറ്റീവ് ഷുഡ് ബി സ്മൈലിംഗ്. സെക്കൻഡ് മന്ത് തിങ്ക് സ്മൈൽ. സെക്കൻഡ് മന്തിലാണ് സ്മൈലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 to 5 months, roll from prone to supine. 4 to 5 months, roll from prone to supine. ഇപ്പോഴും prone to supine ആണ്. roll on the floor. prone to supine. attempt to grasp object, example a stuffed animal. ഇങ്ങനെ ഓരോന്നിനെ പിടിക്കാനൊക്കെ നോക്കും. ലാംഗ്വേജ്, babbling sound. cognitive, remember face and cries when left alone. 6 to 7 months, able to sit in a tripod position. This position kind of make a 6 month. അതായത് ട്രൈപോഡ് പൊസിഷൻ എപ്പോഴാണ്? 6 മന്തിലാണ്.
ട്രാൻസ്ഫർ ഐറ്റം ഫ്രം വൺ ഹാൻഡ് ടു ദ അനദർ, ഇതാണ് ഫൈൻ മോട്ടോർ. ട്രാൻസ്ഫർ ഐറ്റംസ് ഫ്രം വൺ ഹാൻഡ് ടു അനദർ. സ്റ്റാർട്ട് ടു ഇമിറ്റേറ്റ് സൗണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ടു ഇമിറ്റേറ്റ് സൗണ്ട്. ദെൻ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്ട്രേഞ്ചർ അൻസൈറ്റി സ്റ്റാർട്ട് ടു ഡെവലപ്പ് 6 months ആകുമ്പോഴാണ്. 8 to 9 months ക്രോയിസിങ്, സ്റ്റാൻഡ് ആൻഡ് സ്റ്റെപ്പിംഗ് വൈൽ ഹോൾഡിംഗ് ഇൻ ടു കൗച്ച് ഓർ ടേബിൾ. ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് ഡെവലപ്പിംഗ് പിൻസർ ഗ്രാബ്സ്, ഇങ്ങനെയാണ് പിൻസർ ഗ്രാബ്സ് എന്ന് പറയുന്നത്. യൂസസ് ഇൻഡെക്സ് ഫിംഗർ ആൻഡ് തംബ് ടു ലിഫ്റ്റ് ഓർ ഗ്രാബ് സംതിങ്. പിൻസർ ഗ്രാബ്സ് തിങ് പിഞ്ച്. പിൻസർ ഗ്രാബ്സ് തിങ് പിഞ്ച്. പിൻസർ ഗ്രാബ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 months. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ബേബി ഈസ് മോർ എക്സ്പ്രസീവ് ഇൻ ദിസ് സ്റ്റേജ്. ദെൻ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റ് പെർമനൻസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റ് പെർമനൻസ് 8 months. ഒബ്ജക്റ്റ് പെർമനൻസ് മീൻസ് റിയലൈസിങ് ദാറ്റ് ഒബ്ജക്റ്റ് ദാറ്റ് ആർ ഔട്ട് ഓഫ് സൈറ്റ് സ്റ്റിൽ എക്സിസ്റ്റ്. അതായത് എന്തെങ്കിലും ഒരു കാണാതെ പോയാൽ, ഇതിന് മുമ്പ് എന്തെങ്കിലും ഒരു ബോളോ കയ്യിൽ എന്തെങ്കിലും പോയാൽ പിന്നെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷേ 8 months കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും പോയാൽ അതവിടെ കാണും. അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് നോക്കും. ഇതൊക്കെയാണ് ഒബ്ജക്റ്റ് പെർമനൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. 10 to 12 months take first step, gross motor take first step. 12 months step 1 step 2. 12 months step 1 step 2 അങ്ങനെ ഓർത്താൽ മതി. ഫൈൻ മോട്ടോർ പിൻസർ ഗ്രാബ്സ് ഫുള്ളി ഡെവലപ്ഡ്. ലാംഗ്വേജ് ഏബിൾ ടു സേ മാമ ഡാഡ. ദെൻ കൊഗ്നിറ്റീവ് സെപ്പറേഷൻ അൻസൈറ്റി. സെപ്പറേഷൻ അൻസൈറ്റി 10th മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൻ ദ ചൈൽഡ് ഹാസ് അൻസൈറ്റി ആൻഡ് ഇസ് ഡിസ്ട്രസ്ഡ് ഓവർ ദ പാരൻറ്റ് ഓർ കെയർ ടേക്കർ ലീവിങ് ദം. അതായത് സെപ്പറേഷൻ അൻസൈറ്റി, അവർ നോക്കുന്ന കെയർ ടേക്കർ ഇല്ലെങ്കിൽ അവർ ഡിസ്ട്രസ് ആകാൻ തുടങ്ങും, കരയാൻ തുടങ്ങും, ഇങ്ങനെയൊക്കെ. ദ ഫസ്റ്റ് ടീത്ത് ടു ഷോ ആർ ദ ലോവർ സെൻട്രൽ ഇൻസൈസേഴ്സ്, യൂഷ്വലി അറൗണ്ട് 10 months of age. ഓക്കെ, ടീത്ത് ഇറപ്ഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 15 months ഏബിൾ ടു മോസ്റ്റ്ലി വോക്ക് ഇൻഡിപെൻഡൻ്റ്ലി. 15 months ആകുമ്പം ഏബിൾ ടു മോസ്റ്റ്ലി വോക്ക് ഇൻഡിപെൻഡൻ്റ്ലി. ക്ലാപ്സ് ആൻഡ് പോയിൻ്റ് അറ്റ് ഒബ്ജക്റ്റ്. Understand the name of people and think. Language development, understand the name of people and think. Then cognitive development, fussing or throwing a fit when unhappy. Unhappy ആയിരിക്കുമ്പോൾ എല്ലായിടത്തും എറിയുക, ഇതൊക്കെ ചെയ്യുന്നത് 15 months. 18 months able to walk on stair with help. 18 months able to walk on stairs with help. Able to throw a ball over their head. Able to throw a ball over their head. Then fine motor colors with marker or crayons. Language answer question with yes or no or head nod and head shake. Then cognitive learning independently. 2 years independently walking. 2 years ആകുമ്പോൾ independently walking ആണ്. kick a ball. Then fine motor point at a picture in book. Then language can form 2 to 3 word sentence like a play outside. Then cognitive development parallel play, playing next to each other but not with each other. നമ്മൾ ഓൾറെഡി പ്ലേ കണ്ടതാണ്. 3 years jump from a step, walk up and down stair without putting both feet on one stair, 1 foot per step. അതായത് സാധാരണ പോലെ സ്റ്റെപ്പ് കയറാനാകുന്നത് 3 വയസ്സാകുമ്പോഴാണ്. യൂസസ് സിസേഴ്സ് ടു കട്ട് സിമ്പിൾ ഷേപ്പ്. ഫൈൻ മോട്ടോർ യൂസ് സിസേഴ്സ് ടു കട്ട് സിമ്പിൾ തിങ്സ്. ദെൻ ലാംഗ്വേജ് ആസ്ക് വൈ. വൈ ഹാസ് 3 letters in it. ആസ്ക് വൈ 3 letter ഉള്ള വേർഡൊക്കെ പറയാൻ പഠിക്കും. ദെൻ കൊഗ്നിറ്റീവ് അസോസിയേറ്റീവ് പ്ലേ. അസോസിയേറ്റീവ് പ്ലേ നമ്മൾ കണ്ടതാണ്. Now 4 years playing or ride down slide independently. Ride down slide independently യൂസ് ചെയ്യാനാവും. Throw and catch a ball. Then fine motor holds pencil appropriately, begin to write name. 4 വയസ്സാകുമ്പം എഴുതാൻ തുടങ്ങും. Then language explain events. അതായത് ഓരോന്നൊക്കെ ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കും. ദെൻ കൊഗ്നിറ്റീവ് ഇമാജിനറി പ്ലേ, ദാറ്റ് മീൻസ് പ്രിട്ടൻഡ് പ്ലേ, അത് 4 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ പീഡിയാട്രിക് വാക്സിൻ ഷെഡ്യൂളാണ്. ഈ വാക്സിനൊക്കെ ഏകദേശം അറിയാവുന്നതാണ്, എന്നാലും നോക്കണം, ഇവർക്ക് BCG ഒന്നുമില്ല, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അറ്റ് ബർത്ത് ഹെപ്പറ്റൈറ്റിസ് ബി ഫസ്റ്റ് ഡോസ് ഇൻ 1.5 month 2 months ഹെപ്പറ്റൈറ്റിസ് ബി സെക്കൻഡ് ഡോസ്, അതായത് 6 weeks. ദെൻ 2 months ഇനാക്ടിവേറ്റ് പോളിയോ വൈറസ് IPV.
ഫസ്റ്റ് ഡോസ്, ന്യൂമോകോക്കൽ ഫസ്റ്റ് ഡോസ്, റോട്ടോവൈറസ് ഫസ്റ്റ് ഡോസ്, DPT ഫസ്റ്റ് ഡോസ്, ഹിപ്പ് വാക്സിൻ ഫസ്റ്റ് ഡോസ്. ഇതെല്ലാം സെക്കൻഡ് മന്തിലാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് മന്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കൊടുക്കുന്നത്. 4 month IPV സെക്കൻഡ് ഡോസ്, ന്യൂമോകോക്കൽ സെക്കൻഡ് ഡോസ്, റോട്ടോവൈറസ് സെക്കൻഡ് ഡോസ്, DPT സെക്കൻഡ് ഡോസ് ആൻഡ് ഹിപ്പ് സെക്കൻഡ് ഡോസ്. Then 6 month inactivated, the same IPV third dose, pneumococcal, rotavirus and DPT third dose, hip third dose. Now 9 month hepatitis B തേർഡ് ഡോസ്, അതായത് സെക്കൻഡ് മന്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബൂസ്റ്റർ ഡോസ് പോലെയാണ് തേർഡ് ഡോസ് കൊടുക്കുന്നത്. ഇനാക്ടിവേറ്റ് പോളിയോ വാക്സിൻ കൊടുക്കും 9 മന്തിൽ. ഇൻഫ്ലുവൻസ എവറി ഇയർ, എല്ലാ വർഷവും ഇൻഫ്ലുവൻസ വാക്സിൻ കൊടുക്കും. ഇൻഫ്ലുവൻസ വാക്സിൻ കൊടുക്കുന്നത് 6 മാസം കഴിഞ്ഞുള്ള ബേബീസിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ കൊടുക്കുന്നത്. 6 മാസം വരെയുള്ള ബേബീസിന് ഇൻഫ്ലുവൻസ വാക്സിൻ അല്ല കൊടുക്കുന്നത്, RSV വാക്സിനാണ് കൊടുക്കുന്നത്. ദെൻ 12 month MMR ഫസ്റ്റ് ഡോസ്, വെരിസില സോസ്റ്റർ ചിക്കൻ പോക്സ് ഫസ്റ്റ് ഡോസ്, ന്യൂമോകോക്കൽ 4th ഡോസ്, ഇവിടെ 3 കൊടുത്തു. ഹെപ്പറ്റൈറ്റിസ് എ ഫസ്റ്റ് ഡോസ്, ഹെപ്പറ്റൈറ്റിസ് എ സെക്കൻഡ് ഡോസ്. മസ്റ്റ് ബി 6 month അപ്പാർട്ട് ഫ്രം ഫസ്റ്റ് ഡോസ്. ഹിപ്പ് വാക്സിൻ 3rd or 4th. ഈ ഹിപ്പ് വാക്സിൻ 3rd and 4th ഡോസ് അത് ബ്രാൻഡ് അനുസരിച്ചാണ് കൊടുക്കുന്നത്. ദെൻ 18 month ഹെപ്പറ്റൈറ്റിസ് ബി 3rd ഡോസ്. Yearly influenza vaccine recommended for all children. Each child should receive yearly influenza vaccine after 6 months. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 6 months മുമ്പ് RSV വാക്സിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ 18 months ശേഷം ഹെപ്പറ്റൈറ്റിസ് എ ഡോസ് സെക്കൻഡ് ഡോസ്, അതായത് അതിന് മുമ്പ് 15 months മുമ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 15 months ആണ് കൊടുത്തതെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഡോസ് വരുന്നത്, അതുകൊണ്ട് സെക്കൻഡ് ഡോസ് കൊടുക്കുക. ദെൻ ഹെപ്പറ്റൈറ്റിസ് ബി ഈ റിസീവ് ചെയ്തിട്ടില്ലെങ്കിലുള്ളതാണ് ഈ 3 ഡോസ് എന്ന് എഴുതിയേക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ ഫസ്റ്റും സെക്കൻഡും 15 മാസത്തിനുള്ളിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡോസുകൾ കൊടുക്കേണ്ട സമയമാണ് ഈ 18 months. ദെൻ 2 to 3 years വാക്സിൻസ് ഒന്നുമില്ല. ഈ ആനുവൽ വാക്സിനുള്ള ഇൻഫ്ലുവൻസ വാക്സിൻസ് ഒക്കെ മാത്രമാണ് 2 to 3 years കൊടുക്കുന്നത്. ദെൻ 4 to 6 years, അതായത് ഒരു 5 yearsലൊക്കെയാണ് MR സെക്കൻഡ് ഡോസ് കൊടുക്കും, ചിക്കൻ പോക്സ് സെക്കൻഡ് ഡോസ് കൊടുക്കും, DPT 5th ഡോസ് കൊടുക്കും, പോളിയോ വാക്സിൻ 4th ഡോസ് കൊടുക്കുന്നത് 5 yearsലാണ് യൂഷ്വലി, ബട്ട് ബിറ്റ്വീൻ 4 to 6 years കൊടുക്കുക. 7 to 10 years വാക്സിൻസ് ഇല്ല. ദെൻ 11 to 12 yearsലാണ് DT, അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻസ് കൊടുക്കേണ്ടത്. ഡിഫ്തീരിയ വാക്സിൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, റിമൈനിങ് വാക്സിൻ കൊടുക്കും, ഫസ്റ്റ് ഡോസ് കൊടുക്കും. മെനിഞ്ചോകോക്കൽ വാക്സിൻസ് ഫസ്റ്റ് ഡോസ്, ദെൻ HPV, ദെൻ ഹ്യൂമൻ പാപ്പിലോമ വാക്സിൻ കൊടുക്കും, ഓപ്ഷണലാണ്. ദെൻ 16 years മെനിഞ്ചോകോക്കൽ സെക്കൻഡ് ഡോസ് കൊടുക്കും. ഈ വാക്സിൻ ജസ്റ്റ് നോക്കണം, നമ്മുടെ വാക്സിൻ ഷെഡ്യൂളിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. BCG ഇവർക്ക് റെക്കമെൻഡഡ് അല്ല. ബേബീസിൻ്റെ CPR ആണ് ഇത്, ജസ്റ്റ് ബ്രീഫായിട്ടാണ്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. Then order of event, the first pulse ആണ്. ചെക്ക് പൾസ് ഫോർ നോ ലോങ്ങർ ദാൻ 10 seconds. അത് അഡൽറ്റിൻ്റെ പോലെ തന്നെയാണ്. ചെക്ക് പൾസ് ഫോർ നോട്ട് ലോങ്ങർ ദാൻ 10 seconds. 10 seconds കൂടുതലാകാൻ പാടില്ല. അതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതിൽ നമുക്ക് അറിയേണ്ടത് ഇൻഫൻറ്റ് പൾസ് ബ്രേക്കിയലും, അതായത് 1 year വരെ ബ്രേക്കിയലും, ചൈൽഡിൻ്റെ പൾസ് കരോട്ടിഡ് പൾസുമാണ്. അഡൽറ്റിൻ്റെ പോലെ തന്നെ കരോട്ടിഡ് പൾസും ആണ് നോക്കുന്നത്. ന്യൂനേറ്റിൻ്റെ പൾസ് ആണെങ്കിൽ ഫിമറൽ പൾസാണ് നോക്കുന്നത്. ഇൻഫൻറ്റ് 1 month ശേഷം, അതായത് ഒരു 3 months ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 year വരെ ബ്രേക്കിയൽ, അതിനുശേഷം കരോട്ടിഡ് പൾസാണ് നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് വൈറ്റൽ സൈൻസ് ആണ്. ന്യൂ ബോൺ വൈറ്റൽ സൈൻസ് 110 to 160, നമ്മൾ ഇൻ യൂട്രോയിൽ എത്രയാണോ അത് തന്നെയാണ് വരുന്നത്. അപ് ടു 180 ക്രൈയിങ് ആണെങ്കിൽ. റെസ്പിറേറ്ററി റേറ്റ് 30 to 60. ദെൻ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഈ ന്യൂ ബോണിൽ അത്ര അപ്ലിക്കബിൾ അല്ല, എങ്കിലും സിസ്റ്റോളിക് 67 to 84, ഡയസ്റ്റോളിക് 65 to 53. മീൻ ആണ് ഇമ്പോർട്ടൻറ്റ്. മീൻ ബ്ലഡ് പ്രഷർ 45 to 60. ഇൻഫൻറ്റ് 1 month to 1 year, ഹാർട്ട് റേറ്റ് 100 to 180. ഇത് കരയുമ്പോഴാണ് 180 അക്സെപ്റ്റബിൾ. റെസ്പിറേറ്ററി റേറ്റ് 30 to 53. ദെൻ മീൻ 50 to 62. ദെൻ ടോൾഡർ ഹാർട്ട് റേറ്റ് 98 to 140, റെസ്പിറേഷൻ 22 to 37, മീൻ 49 to 62. Then preschooler 3 to 5 years, heart rate 80 to 120, respiratory rate 20 to 28, then mean airway blood pressure 58 to 69. School aged child 6 to 12 years, heart rate 75 to 118, respiratory rate
18 to 25, mean 66 to 72. Adolescent 13 to 70 years, heart rate 60 to 100, respiratory 12 to 20, then blood pressure 110 to 130, diastolic 64 to 93, then mean 73 to 84. വൈറ്റൽ സയൻസ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. വൈറ്റൽ സയൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്. അതിൻ്റെ സിനാരിയോ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഫസ്റ്റ് ബേബീസിന് കോൾ ഫോർ ഹെൽപ്പാണ്. ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ് സിസ്റ്റം, ഷൗട്ട് ഫോർ ഹെൽപ്പ്. ഇത് നമ്മൾ BLS, NRP, പാൽസ് എല്ലാം പഠിച്ച പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഡെലിഗേറ്റ് സമ്മൺ എൽസ് ടു കോൾ, അതായത് സെയിം തിങ്, കോൾ ഫോർ ഹെൽപ്പ്. ദെൻ ചെസ്റ്റ് കംപ്രഷനാണ് ഇതിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ചെസ്റ്റ് കംപ്രഷൻ. പെർഫോം 2 minutes ഓഫ് CPR ബിഫോർ ഡ്രൈവിംഗ് AED ഇഫ് റെസ്ക്യൂർ ഈസ് എലോൺ. റെസ്ക്യൂർ എലോൺ ആണെങ്കിൽ തന്നെയാണെങ്കിൽ ഈ AED എടുക്കുന്നതിന് മുമ്പ് ഒരു പെർഫോം 2 minutes ഓഫ് CPR കൊടുക്കണം പീഡിയാട്രിക്കിനെ അൺകോൺഷ്യസ് ആയിട്ട് കണ്ടാൽ, ആക്ച്വലി ഇങ്ങനെയാണ് പറയുന്നത്, അൺകോൺഷ്യസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ 2 minute CPR കൊടുത്തതിന് ശേഷം വേണം AED എടുക്കാനായിട്ട്. അതായത് അതിന് പോകുമ്പോഴത്തേക്ക് സമയം പോകും, കാരണം എപ്പോഴാണ് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നതെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ വെച്ചാണ് കൊളാപ്സ് ആകുന്നത്. ഇങ്ങനെയാണ് പാൽസിൽ പറയുന്നത്, നമ്മുടെ മുമ്പിൽ വെച്ചാണ് ബേബി കൊളാപ്സ് ആകുന്നത്, നമുക്ക് പോയി AED എടുത്തുകൊണ്ട് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കാരണം അത് നമ്മുടെ മുമ്പിൽ വെച്ചാണ്, ടൈം നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഓക്കെ, റേറ്റ് ഓഫ് കംപ്രഷൻ 110 to 120 കംപ്രഷൻ പെർ മിനിറ്റ്. യൂസ് എയ്തർ 2 finger or 2 thumb ഓൺ സ്റ്റേണം. ഇത് എസ്പെഷ്യലി ന്യൂനേറ്റ്സിനാണ് യൂസ് ചെയ്യുന്നത്. 2 finger or 2 thumb ഓൺ ദ സ്റ്റേണം. കംപ്രഷൻ ഡെപ്ത്, ഇൻഫൻറ്റ് about 1.5 inch, ചൈൽഡ് 2 inches. സിംഗിൾ റെസ്ക്യൂർ ആണെങ്കിൽ 30:2 കംപ്രഷൻ ആൻഡ് 2 റെസ്ക്യൂർ ആണെങ്കിൽ 15:2 കംപ്രഷൻ. ഇത് ഇൻഫൻറ്റ് ചൈൽഡാണ് പറയുന്നത്. നിയോനേറ്റ്സിന് വ്യത്യാസമുണ്ട്. നിയോനേറ്റ്സ് ഇവിടെ നമ്മളിപ്പോൾ പറയുന്നില്ല. ആസ് യൂഷ്വൽ കംപ്ലീറ്റ് റീകോയിലിന് അലോ ചെയ്യുക, കാരണം എന്നാലാണ് ഹാർട്ട് ഫില്ലാകുന്നത്. BLS നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണുന്നതായിരിക്കും. 2 finger മീൻസ് ഇങ്ങനെയാണ് 2 finger മെത്തേഡ്. അത് പലർക്കും അത് ആപ്ലിക്കബിൾ അല്ല, കാരണം ഫിംഗറിൽ ഫോഴ്സ് കൊടുക്കാൻ, പിന്നെ ഫിംഗറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്, ലെന്തിന് ഡിസ്റ്റൻസ് ഉള്ള ഒരുപാട് പേരുള്ളതുകൊണ്ട് അത് പലപ്പോഴും അതത്ര ആപ്ലിക്കബിൾ അല്ല. പക്ഷേ ബേബിക്ക് ആ സമയത്ത് അംബ്ലിക്കൽ കോഡ്, ആ സമയത്ത് IV ലൈനൊക്കെ ഇടണമെങ്കിൽ 2 ഫിംഗറിലേക്ക് മാറേണ്ടതാണ്. 2 thumb, അതായത് ഈ 2 thumb ഈ മെത്തേഡാണ് കൂടുതൽ അഡ്വൈസബിൾ. എൻസർക്ലിംഗ് ഹാൻഡ് ടെക്നിക്ക്, അതായത് ഹാൻഡ് അടി പിടിക്കും, അപ്പോൾ തന്നെ ഒരു ഫേം സർഫസ് കിട്ടുന്നതുകൊണ്ട് ഇതാണ് മോർ ഇഫക്റ്റീവ്. ദെൻ കണ്ടിന്യൂ അണ്ടിൽ ഹെൽപ്പ് അറൈവ്സ്. ഇത് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞാണ്. ഇതിൻ്റെ അത് അത്ര നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കംപ്രഷനാണ്, പിന്നെ ഇതിൻ്റെ അത് റെസ്പിറേറ്ററി കംപ്രഷനാണ്, പിന്നെ വൈറ്റൽ സയൻസ് ഓർത്തിരിക്കുക. BLSും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ കാണുന്നതായിരിക്കും. നൗ വേരിയേഷൻ ഇൻ പീഡിയാട്രിക് അനാട്ടമി. അഡൽട്ടിൽ നിന്ന് എന്താണ് വ്യത്യാസമുള്ളതെന്നാണ് കാണുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റം, മോർ നാരോ എയർവേ. ഇതെല്ലാം അഡൽട്ടായിട്ട് കമ്പയർ ചെയ്താണ് പറയുന്നത്. വേരിയേഷൻ ഫ്രം അഡൽട്ട് സിസ്റ്റം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെസ്പിറേറ്ററി സിസ്റ്റം, മോർ നാരോ എയർവേ. എഡിമ ഇൻ ദ എയർവേ ഈസ് ഈവൻ മോർ സീരിയസ് ഇൻ ആൻ ഇൻഫൻറ്റ്. അതുകൊണ്ട് ഇൻഫൻറ്റിൽ എഡിമ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സീരിയസ് ആയിട്ട് മാറും. ഓക്കെ, നോർമൽ നോക്കി അഡൽട്ടിൻ്റെ ഇവിടെ സ്പേസ് ഉണ്ട്, കാരണം ഇവിടെ സ്പേസ് കൂടുതലാണ്. ഇൻഫൻറ്റിന് സ്പേസ് വളരെ കുറവാണ്, ബിക്കോസ് ഇറ്റ്സ് വെരി നാരോ. വൺസ് എഡിമ വന്നു കഴിയുമ്പോൾ അഡൽറ്റിന് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, ഇൻഫൻ്റ് ആണെങ്കിൽ അത് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് ലീഡ് ചെയ്യാൻ കാരണമുണ്ട്. കാരണം ഇവിടെ എയർവേ ഒട്ടുമില്ല, നാരോ ആയി പോകുന്നതുകൊണ്ടാണ്. ലാർജർ ടങ് റിലേറ്റീവ് ടു ബോഡി സൈസ്. ബേബീസിൻ്റെ ടങ് ലാർജറാണ്, അത് ഓർത്തിരിക്കണം. ടങ് ഫോൾഡൊക്കെ വരാൻ ചാൻസ് അതുകൊണ്ടാണ്. ലാർജർ ടങ് റിലേറ്റീവ് ടു ബോഡി സൈസ്. റിസ്ക് ഫോർ ഒബ്സ്ട്രക്ഷൻ, അതുകൊണ്ട് ഒബ്സ്ട്രക്ഷന് റിസ്ക് ഉണ്ട്. ഒബ്ലിഗേറ്ററി നോസ് ബ്രീത്തേഴ്സ്. ന്യൂ ബോൺ ആർ അണേബിൾ ടു ബ്രീത്ത് ത്രൂ ദെയർ മൗത്ത്. ഓക്കെ, ഈ ന്യൂ ബോൺ നേസൽ ബ്രീത്തേഴ്സ് ആണ്, അതുകൊണ്ട് നേസൽ ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ വരും. നേസൽ ബ്ലോക്കൊക്കെ വന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നേസൽ ബ്രീത്തേഴ്സ് ആണ്. സോ ഇഫ് ദെയർ നോസ് ആർ ബ്ലോക്ക്ഡ് ഓർ ഒക്ലൂഡഡ് ദേ ക്യാനോട്ട് ബ്രീത്ത്. അവർക്ക് ബ്രീത്ത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലെസ് ആൽവിയോളൈ ദാൻ അഡൽട്ട്. Thousands of alveoli grow each day for the first few months of age. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ മോർ നാരോ എയർവേ ആണ്, ലാർജ് ടങ്ക് ആണ് കമ്പയർ ടു ബോഡി, ഒബ്ലിഗേറ്ററി നേസൽ, അതായത് നേസൽ ബ്രീത്തേഴ്സ് ആണ്, ആൽവിയോള ലെസ് ആണ്. അതുകൊണ്ട് എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നാൽ ബേബി വേഗം സിക്കാകും. നെക്സ്റ്റ് കാർഡിയോ വാസ്കുലർ സിസ്റ്റമാണ്. ബ്ലഡ് പ്രഷർ ഡസ് നോട്ട് ഫ്ലക്ച്വേറ്റ് ആസ് മച്ച്.
ക്യാൻ മെയിൻറ്റെയിൻ എ സേഫ് ബ്ലഡ് പ്രഷർ ലോങ്ങർ ദാൻ അഡൽട്ട് ഈവൻ ദേ ആർ ലൂസിങ് ബ്ലഡ്. അതായത് ബേബീസിൻ്റെ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സർക്കുലേഷനൊക്കെ കുറച്ച് ബ്ലഡൊക്കെ പോയാലും ബ്ലഡ് പ്രഷർ പെട്ടെന്ന് താഴെ പോകില്ല. അതുകൊണ്ടാണ് ന്യൂ ബോണിലൊന്നും ബ്ലഡ് പ്രഷർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ചെക്ക് ചെയ്യാത്തത്. ബ്ലഡ് പ്രഷറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ റാപ്പിഡായിട്ട് അത് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. കാരണം ബോഡിയിൽ അത്രമാത്രം ചേഞ്ചസ് വരുമ്പോഴാണ് ബ്ലഡ് പ്രഷറിൽ അത് കാണാൻ സാധിക്കുന്നത്. ഹയർ ഹാർട്ട് റേറ്റ് ദാൻ അഡൽട്ട്. ബേബീസിൻ്റെ ഹാർട്ട് റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. ദിസ് ഇസ് ഡ്യൂ ടു ദ ഇൻഫൻസ് ഇമ്മച്വർ മസിൽ ഫൈബേഴ്സ്. മസിൽ ഫൈബേഴ്സ് ഇമ്മച്വർ ആയതുകൊണ്ടാണ് ഹാർട്ട് റേറ്റ് ഉണ്ട്. അതായത് ഓരോ ഹാർട്ട് റേറ്റിലും അതായത് ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴും പുഷ് ചെയ്യുന്ന പമ്പ് ഔട്ട് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ടും കുറവാണ്, സൈസും കുറവാണ്. അങ്ങനെ പല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ന്യൂമറസ് കോൺജനേറ്റഡ് ഡിഫക്റ്റ് ക്യാൻ ഒക്കർ. ബേബീസിന് ഒരുപാട് കൺജനേറ്റഡ് കാർഡിയാക് ഡിഫക്റ്റ് വരും. അതുകൊണ്ട് അറ്റ് ബർത്തിൽ മർമറൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ മുതൽ അത് ഒബ്സർവ് ചെയ്യേണ്ടതാണ്. കാരണം എന്തെങ്കിലും കാർഡിയാക് ഡിഫക്റ്റ് ആകാം. നെക്സ്റ്റ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ സിസ്റ്റം. സ്മോളർ സ്റ്റൊമക് കപ്പാസിറ്റി ദാൻ അഡൽട്ട്. എക്സാമ്പിൾ, ന്യൂബോൺ സ്റ്റൊമക് കപ്പാസിറ്റി 10 to 20 ml. അഡൽട്ട് സ്റ്റൊമക് കപ്പാസിറ്റി 2000 to 3000 ml. അതായത് സ്മോളർ ബേബീസിൻ്റെ സ്റ്റൊമക് കപ്പാസിറ്റി വളരെ ചെറുതാണ് കമ്പയർ ടു അഡൽട്ട്. ലോവർ ഈസോഫാജിയൽ സ്പിങ്ഡർ ഈസ് നോട്ട് ഫുള്ളി ഡെവലപ്ഡ് അണ്ടിൽ 1 month. ബേബീസിൻ്റെ ഈസോഫാഗിയൽ സ്പിങ്ഡർ മസിൽ ഈസ് നോട്ട് ഡെവലപ്ഡ് ഫോർ 1 month. അതുകൊണ്ട് റീഗർജിറ്റേഷൻ എപ്പോഴും ഉണ്ടാകുന്നത്. ക്യാൻ ലീഡ് ടു റീഗർജിറ്റേഷൻ ആൻഡ് ഡിസ്ഫാജിയ. അപ്പോൾ അതെപ്പോഴും ഓർത്തിരിക്കണം. ബേബീസ് പെട്ടെന്ന് ആസ്പിറേറ്റ് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. കാരണം സ്പിങ്ഡർ മസിൽ developed അല്ല. Tegumentary or skin. The epidermis is thinner and more fragile than adult, can lead to tearing with minimal friction. Skin loses water more quickly and dried out more easily. Blood vessels are closer to the surface, സോ ലോസ് ഹീറ്റ് വെരി ഈസി. അതായത് ബ്ലഡ് വെസൽസ് അവരുടെ സ്കിൻ ഓൾറെഡി ഡെലിക്കേറ്റ് ആണ്. അതുകൊണ്ട് ബ്ലഡ് വെസൽസ് സർഫസിൽ ആണ്. സോ ഇഷ്ടം പോലെ ഹീറ്റ് ലോസിന് ഭയങ്കര ചാൻസ് ആണ്. ഹാർഡർ ടു റെഗുലേറ്റ് ടെമ്പറേച്ചർ റെഗുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എ സൈലൻറ്റ് കില്ലറാണ്, എസ്പെഷ്യലി ന്യൂ ബോണിൽ. ബോൺസ് ആർ മോർ ഫ്ലെക്സിബിൾ, ഫ്ലിംസി. ദേ ടിപ്പിക്കലി ബെൻഡ് റാദർ ദാൻ ബ്രേക്ക് ആകുന്നേക്കാളും ബെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ആർ ദ മോസ്റ്റ് കോമൺ ഫ്രാക്ചർ സീൻ ഇൻ ചിൽഡ്രൻ. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറാണ് ഏറ്റവും കോമൺ. ഇത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ബേബീസിൻ്റെയൊക്കെ ഇങ്ങനെ ബ്രേക്ക് ആകുന്നേക്കാൾ കൂടുതൽ അതിങ്ങനെ ബെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ദ ലിഗമെൻറ്റ്സ് ആൻഡ് മസിൽസ് ആർ ഇമ്മച്വർ. Female have more lax ligament or flexible joints due to female hormones. Growth plates sit at the end of a bone. These are triggered to close during puberty by hormone estrogen and progesterone. This is when bone will stop growing. Cranial bone not completely fused. Sutures, fontanellas make the skull flexible and allow it for the growth of the brain. Next, ears. Adult Eustachian tube and infant Eustachian tube. Adult Eustachian tubes are slightly tilted, allow for drainage and are less likely to harbor bacteria. കുറച്ചൊരു സ്ലോപ്പ് പോലെ ഉള്ളത് കൊണ്ട് അവിടെ കളക്ഷൻ ഓഫ് ഡ്രെയിനേജ് ഒന്നും വരില്ല. അതുകൊണ്ട് ബാക്ടീരിയ ഗ്രോത്ത് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ബേബീസിൻ്റെ നോക്കിക്കേ, ഇൻഫൻറ്റ് യൂസ്റ്റാക്കിൻ ട്യൂബ്സ് ആർ ഷോർട്ട്, വൈഡ് ആൻഡ് ഫ്ലാറ്റ്. അഡൽട്ടിൻ്റെ ഇങ്ങനെയാണെങ്കിൽ ബേബീസിൻ്റെ ഷോർട്ടാണ്, വൈഡാണ്, ഫ്ലാറ്റാണ്. പുവർ ഡ്രെയിനേജ് ഈസ് ഡിഫിക്കൽട്ട്. സോ പ്രോപ്പർ ഡ്രെയിനേജ് ഇസ് ഡിഫിക്കൽട്ട്. ഡ്രെയിനേജ് വരാനുള്ളൊരു സ്ലോപ്പ് പോലെയൊന്നുമില്ല. അക്യുമുലേഷൻ ഓഫ് സെക്രീഷൻ ഒക്കർ, ഹാർബറിങ് ഓഫ് മൈക്രോ ഓർഗാനിസം. സോ ഇൻക്രീസ്ഡ് റിസ്ക് ഫോർ ഇയർ ഇൻഫെക്ഷൻ. ബേബീസിന് ഇൻക്രീസ്ഡ് റിസ്ക് ഫോർ ഇയർ ഇൻഫെക്ഷൻ കാരണം ഈ യൂസ്റ്റാക്കിൻ ട്യൂബിൻ്റെ ഈ വ്യത്യാസമാണ്. നെക്സ്റ്റ്, നെർവസ് സിസ്റ്റം. ഇൻഫൻ്റ് ആർ ടോപ്പ് ഹെവി and neck muscles are not fully developed. Infants are top heavy means ഹെഡാണ് ആദ്യം വളരുന്നത്. അതുകൊണ്ട് തന്നെ തലയ്ക്ക് ഭയങ്കര കനമായിരിക്കും കമ്പയർ ടു അഡൽട്ടിൻ്റെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ നെക്ക് മസിൽസ് ആർ നോട്ട് ഫുള്ളി ഡെവലപ്ഡ്. ഇൻക്രീസ് റിസ്ക് ഫോർ ഫോൾ ദാറ്റ് ലീഡ് ടു ഹെഡ് ഇഞ്ചുറി. അതുകൊണ്ട് തന്നെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്, ഹെഡ് ഇഞ്ചുറി വരും. ലെസ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ടു കുഷൻ ദ ബ്രെയിൻ. ഈ CSF കുറവാണ്. ദെൻ ബ്രെയിൻ ഈസ് ഹൈലി വാസ്കുലർ, ഇൻക്രീസ് റിസ്ക് ഫോർ ഹെമറേജ്. ബേബിക്ക് IVH വരാൻ കാരണം ഹൈലി വാസ്കുലറൈസ്ഡ് ആണ്. എന്തെങ്കിലും ഹൈപ്പോതെർമിയ, എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒന്ന് വീണാലൊക്കെ ഹെമറേജ് വരാൻ ചാൻസ് ഉണ്ട്. ദ സ്പൈൻ ഈസ് very mobile, increase risk for cervical spine injury.
Myelination is incomplete at birth and continue until around 2 years of age. Myelination incomplete ആണ്, 2 വയസ്സാവുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. How myelination happen in cephalocaudal to proximodistal fashion? Cephalocaudal means develop head to tail. ഇങ്ങനെ താഴേക്ക് വരുന്നതാണ് cephalic means head. Cephalocaudal means head to tail. Example, head control happen before walking. അതായത് ആദ്യം ഹെഡ് കൺട്രോൾ ആണ്, അതിന് ശേഷമാണ് വാക്കിംഗ്. വാക്കിംഗ് 2 years ആകുമ്പോഴാണ് ഫ്രീ ആയിട്ട് വാക്ക് ചെയ്യാൻ പഠിക്കുന്നത്. ഹെഡ് കൺട്രോൾ നേരത്തെ മന്ത്സിൽ തന്നെ ഹെഡ് കൺട്രോൾ വരും, ഒരു 3 month ആകുമ്പോൾ ഹെഡ് കൺട്രോൾ വരും. ദെൻ അടുത്ത രീതി. ദെൻ പ്രോക്സിമോഡിസ്റ്റൽ ഡയറക്ഷൻ ഡെവലപ്പ് ഇൻവേർഡ് ടു ഔട്ട്വേർഡ് ആണ് പ്രോക്സിമോഡിസ്റ്റൽ ഡയറക്ഷൻ. എക്സാമ്പിൾ, ഇൻഫൻറ്റ് യൂസസ് ദെയർ ആം ബിഫോർ ബീങ് ഏബിൾ ടു ഇഫക്റ്റീവ്ലി യൂസ് ദെയർ ഹാൻഡ്സ് ഫിംഗർ. ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മച്വർ ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. ദാറ്റ്സ് വൈ ലെസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, റെഡ്യൂസ്ഡ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്. ഇനീഷ്യൽ പീരിയഡ്സിൽ ആദ്യത്തെ 3-4 മാസം മെറ്റേണൽ ആൻറ്റിബോഡീസ് ഉള്ളതുകൊണ്ട് പല ഇൻഫെക്ഷൻസും ബേബിക്ക് വരില്ല. ആ സമയത്തിനുള്ളിൽ ബേബിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം പയ്യെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് പ്രീടൈം ബേബീസ്, ടേം ആകുന്നതിന് മുമ്പ് ഉള്ള പ്രീടൈം ബേബീസിന് ഇൻഫെക്ഷൻ. കാരണം ഈ ആൻറ്റിബോഡീസ് ബേബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. അതുകൊണ്ട് അതിന് മുമ്പ് ജനിക്കുന്ന ബേബി വൾണറബിൾ ടു ഇൻഫെക്ഷൻ ആണ്, എസ്പെഷ്യലി എക്സ്ട്രീം പ്രീടൈം ബേബീസ്. So there is high risk for infection. Fever management ബേബിയിൽ അഡൽറ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഹാവിങ് എ ഫീവർ ഈസ് നോട്ട് ആൻ ഇൽനെസ്, ഇറ്റ്സ് സിംപ്ലി എ സിംറ്റം ഓഫ് ആൻ ഇൽനെസ് ഓർ ഇൻഫെക്ഷൻ. Then diagnostic test, taking the child's temperature, most accurate orally or rectally. ആക്സിലറി എപ്പോഴും സെറ്റ് ചെയ്തിരിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ബേബിക്ക് എപ്പോഴും ഓറലി റെക്റ്റലി ആണ് മോസ്റ്റ് ആക്യുറേറ്റ്. മെഷർമെൻറ്റ് മെത്തേഡ്, റെക്റ്റൽ ടെമ്പറേച്ചർ 97.9 to 104 means 36.6 to 38. Ear temperature, tympanic membrane temperature, tympanic temperature 96.4 to 104, 35.8 to 38. Oral 95.9 to 99, 99.5, 35.5 to 37.5 and axillary 94.5 to 99.1 degree Fahrenheit. ഇതാണ് നോർമൽ ടെമ്പറേച്ചർ. ഓരോ റൂട്ട് വഴി എടുക്കുമ്പോഴും നോർമൽ ടെമ്പറേച്ചറാണ് ഇവിടെ പറയുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ വേണ്ടതാണ്. ദെൻ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഫീവർ, സ്വെറ്റിംഗ്, ഡീഹൈഡ്രേഷൻ, ചിൽസ് ആൻഡ് മസിൽ ഏക്ക് ആൻഡ് ഫീലിംഗ് വീക്ക്. റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഫീവർ, വൈറൽ ഇൻഫെക്ഷൻ, ഇൻഫ്ലുവൻസ ഓർ RSV virus infection, bacterial infection, post-vaccination period, 24 to 48 hours immune response, exposure to illness or infection, children who are unvaccinated, children who are immunocompromised. ഇവർക്കൊക്കെയാണ് പനി വരാനുള്ള റിസ്ക്. Now febrile seizure. A febrile seizure that is caused by a fever, not by any issue with the brain such as CNS infection. ഫെബ്രൈൽ സീഷർ വരുന്നത് പനി കൊണ്ട് മാത്രമാണ്. ഇതൊരു പതോളജിക്കൽ കണ്ടീഷൻ റിലേറ്റഡ് അല്ല, CNS റിലേറ്റഡ് അല്ല. ഫെബ്രൈൽ സീഷർ യൂഷ്വലി വരുന്നത് 6 months ശേഷവും 3 yearsനുള്ളിലുമാണ് യൂഷ്വലി ഫെബ്രൈൽ സീഷർ വരാൻ ചാൻസ്. ഇതിൽ തന്നെ 18 months to 22 months ആണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഒക്കുറൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. മോസ്റ്റ് റിക്വയർ നോ ട്രീറ്റ്മെൻറ്റ്. If the seizure lasts more than 5 minutes, find immediate help. 5 minute കൂടുതലുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് വേണം, കാരണം ബ്രെയിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ്, എൻകറേജ് ഫ്ലൂയിഡ് കൺസംഷൻ. If child has high fever, there is high chance for dehydration and electrolyte imbalance. അതും ഒബ്സർവ് ചെയ്യണം. Then apply moist cool compress. Keep the room at a cool temperature. Don't over bundle the child. The sponge bath or tepid bath. Sponge bath usually lukewarm water ആണ് ഹെൽപ്പ് ചെയ്യുന്നത് to lower the body temperature. Do not use cold water as this can cause body temperature to lower too quickly. So cold water അല്ല, lukewarm water ആണ് യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ കേട്ടിട്ടില്ല, പക്ഷേ ഇവിടെ lukewarm water ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കോൾഡ് വാട്ടർ, എസ്പെഷ്യലി ഐസ് വാട്ടർ ഒന്നും ഒരു കാരണവശാലും യൂസ് ചെയ്യത്തില്ല. ഇല്ലെങ്കിൽ ടെപ്പിഡ് ബാത്ത് അല്ലെങ്കിൽ ടാപ്പ് വാട്ടറും കൊണ്ട് സ്പഞ്ച് കൊടുക്കാവുന്നതാണ്. മെഡിക്കേഷൻ, ആൻറ്റിപൈററ്റിക്സ്.
അസറ്റാമിനോഫൻ ഓർ പാരസെറ്റമോൾ ആണത്. ആൻറ്റിപയററ്റിക്സ്. നോൺ സ്റ്റെറോയ്ഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് സച്ച് ആസ് ബ്രൂഫൻ ഫീവർ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഡു നോട്ട് ഗീവ് ആസ്പിരിൻ ഡ്യൂ ടു ദ റിസ്ക് ഫോർ റേയസ് സിൻഡ്രം. റേയസ് സിൻഡ്രം എന്നാന്ന് പിന്നെ പഠിക്കും. ആസ്പിരിൻ ബേബീസിന് കൊടുക്കാൻ പാടില്ല. സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രം, സിഡ്സ് ഓർ സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രം. പതോളജി: സഡൻ ഓർ അൺഎക്സ്പ്ലെയിൻഡ് ഡെത്ത് ഓഫ് എ പ്രീവിയസ്ലി ഹെൽത്തി ഇൻഫൻറ്റ് യങ്ങർ ദാൻ 1 ഇയർ ഓഫ് ഏജ്. അത് ഒരു പ്രോബ്ലം ഇല്ലാത്ത ബേബി 1 വയസ്സിനുള്ളിൽ പെട്ടെന്ന് മരിക്കുന്നത്. എസ്പെഷ്യലി ഇത് നൈറ്റ് ടൈമിലാണ് ഇത് നോട്ടീസ് ചെയ്തേക്കുന്നത്. ഇതിനെയാണ് സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രം എന്ന് പറയുന്നത്. റിസ്ക് ഫാക്ടേഴ്സ്: ഏജ്, ബർത്ത് ടു 6 മന്ത് ഇൻക്രീസ്ഡ് റിസ്ക് ആണ്, പക്ഷേ കറക്റ്റായിട്ടുള്ള കോസ് അൺനോൺ ആണ്. പ്രീ ടൈം ബേബീസ്, സ്ലീപ്പ് പൊസിഷൻ, സിബ്ലിംഗ് ഡെത്ത്, നിക്കോട്ടിൻ എക്സ്പോഷർ, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്, ലാക്ക് ഓഫ് പ്രീനേറ്റൽ കെയർ, ജെനറ്റിക്സ്. ഇതിൽ ABC ഓഫ് സേഫ് സ്ലീപ്പിംഗ്. ബേബീസിൻ്റെ സ്ലീപ്പിംഗ് ടൈമിലാണോ യൂഷ്വലി സിഡ്, അതായത് സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രം വരുന്നത്. അപ്പോൾ സ്ലീപ്പിംഗ് പൊസിഷനിൽ തന്നെ ചേഞ്ചസ് വരുത്തിയാൽ അത് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. ABC ഓഫ് സേഫ് സ്ലീപ്പിംഗ്: എ എലോൺ ഓൺ ദെയർ ബാക്ക് ഇൻ എ ക്രിബ്, അതായത് കൂടെ വേറെ കുട്ടികളെ കിടത്തരുത് എന്നൊക്കെയാണ് പറയുന്നത്. എലോൺ ഓൺ ദെയർ ബാക്ക് ഓൺ എ ക്രിബ്, ക്രിബിൽ കിടത്തുക. പാരൻറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്: അവോയ്ഡ് ഓവർ ബണ്ടിലിംഗ് ഓർ ഓവർ ഡ്രസ്സിങ് ദ ഇൻഫൻറ്റ്. ഇങ്ങനെ ഒരുപാട് പൊതിഞ്ഞ് വെക്കാതിരിക്കുക, കാരണം മൂക്കൊക്കെ അടഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. ഓവർ ബണ്ടിലിംഗ് ഓർ ഓവർ ഡ്രസ്സിങ് ദ ഇൻഫൻറ്റ്. ദെൻ ഹാവ് ബേബി സ്ലീപ്പ് ഇൻ എ സുപ്പൈൻ പൊസിഷൻ ഓൺ ദെയർ ബാക്ക്. ബേബി, ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നതാണ്. എപ്പോഴും സുപ്പൈൻ പൊസിഷനിലാണ് ബേബീസിനെ കിടത്തേണ്ടത്. ഇങ്ങനെ സൈഡ് പില്ലോ വെച്ച് ഇങ്ങനെ ലാറ്ററൽ പൊസിഷനിലോ ഒന്നും കിടത്താൻ പാടില്ല, കാരണം ഇതിൽ നിന്ന് പ്രോൺ പൊസിഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. 0 to 6 മന്തിലാണെന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് അവർക്ക് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് പ്രോൺ പൊസിഷനിൽ പോകാൻ ചാൻസ് ഉണ്ട്, ബേബി ഡെത്ത് ആകാൻ ചാൻസ് ഉണ്ട്. അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് വേപ്പിംഗ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ പ്രഗ്നൻസി. സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് increase risk for SID. Encourage pacifier uses. A pacifier might decrease the risk of SID. ബേബി പാസിഫയർ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഡിക്രീസ് ദ ഇൻസിഡൻസ് ഓഫ് സിഡ് ആണ്. ദെൻ ബെഡിങ്: ഫേം മാട്രസ്, നോ സ്ലീപ്പിംഗ് വിത്ത് ടോയ്, ബ്ലാങ്കറ്റ്, പില്ലോ ഓർ സ്റ്റഫ്ഡ് ആനിമൽ. അതായത് ബെഡിങ് കിടക്കുമ്പോൾ ഫേം മാട്രസ് ആയിരിക്കണം. ഇങ്ങനെ ഒരുപാട് വലിയ ടോയ്സോ ബ്ലാങ്കറ്റോ പില്ലോസോ ഒന്നും അടുത്ത് വെക്കരുത്. ഇത് ഈ ഇനീഷ്യൽ പീരീഡിലാണ്, 6 മാസം വരെ, മാക്സിമം 1 ഇയർ വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നോർമൽ റൂം ടെമ്പറേച്ചർ, ഐഡിയൽ റൂം ടെമ്പറേച്ചർ വെക്കുക. ഓവർ ഹീറ്റിംഗ് മേ ഇൻക്രീസ് ദ റിസ്ക് ഫോർ സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രം. ഐഡിയൽ റൂം ടെമ്പറേച്ചർ 68 to 72 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഐഡിയൽ റൂം ടെമ്പറേച്ചർ. നോ കോ സ്ലീപ്പിംഗ്. ഇൻഫൻറ്റ് ഷുഡ് സ്ലീപ്പ് സെപ്പറേറ്റ് ഫ്രം ദ പാരൻസ്. അടുത്ത് കിടത്തി ഉറക്കല്. പലപ്പോഴും ആ സമയത്താണ്, അല്ലെങ്കിൽ നൈറ്റിൽ ബേബി ഫീഡ് എടുത്തുകൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോവും. അമ്മയും കൊച്ചും ഉറങ്ങിപ്പോകുമ്പോഴാണ് യൂഷ്വലി ഇതിങ്ങനെ സംഭവിക്കുന്നത്. സോ സ്റ്റോപ്പ് സ്വാഡിങ് വൺസ് ദ ബേബി ഷോ സൈൻ ഓഫ് റോളിംഗ് ഓവർ. അതായത് ബേബി ഇങ്ങനെ റോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്വാഡ് ചെയ്ത് വെക്കാൻ പാടില്ല. സ്വാഡിങ് വെൻ എ ബേബി റോൾ ഓവർ ക്യാൻ ഇൻക്രീസ് റിസ്ക് ഓഫ് സിഡ് ആൻഡ് സഫോക്കേഷൻ. ഒരു കമലാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഉരുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല.